എടാ ഇത് വല്ലയിടത്തും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? നീ എന്നെ പറയുന്നത്? എടാ തന്നെ ഞാനാന്നോ നിനക്ക് പറഞ്ഞു തരണ്ടേ? ഇവിടുത്തെ ചെറുക്കൻ കെട്ടും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ കെട്ടി തൂക്കിയില്ലെങ്കിൽ 5 പൈസ കിട്ടില്ല. കാണുന്ന പോലെയല്ല, വെറും എച്ചികളാ. എടാ മത്തായി, നീ ചുമ കിടന്ന് വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ പെണ്ണ് വീട്ടുകാരും ഉണ്ട് കേസ് കൊടുക്കാൻ പറയേ. ഇതൊക്കെ സമയത്ത് കത്തോടെ എല്ലാം അങ്ങോട്ട് കത്തിച്ചു തരാം. എടാ ഇത് ഇതുവരെ തീർന്നില്ല, നേരെ തുടങ്ങിയിട്ട് തീരാറേട്ടാ. എടാ ഈ ഒരു കല്യാണ വീടായിട്ട് 3 ഡെസ്കും 4 കസേരയാണ്. ബാക്കിയുള്ള വണ്ടിയിൽ വരുന്നുണ്ട്. ആ വേഗം കൊണ്ടുവരാം. പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ചേടാ ഇതിപ്പോ അവരുടെ മോളല്ലേ കാണാതായി, പിന്നെ അവർക്ക് എന്നാ കേസ് കൊടുക്കത്ര മടി? ഇത് എന്നാ കുടുംബക്കാരാണോ എന്തോ. ദേ ലിസിമോളെ ചേട്ടാ ഒരു കാര്യം പറഞ്ഞേക്കാം, നമുക്ക് ഈ ബന്ധം വേണ്ട കേട്ടോ. ഇല്ലിമൂട് തറവാട്ടിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ട. ഇതെന്നെ നാട്ടിൽ വേറെ പെണ്ണില്ലാത്തോണ്ടാന്നോ? എനിക്ക് അവളെ തന്നെ വേണം. മൊത്തം തൂക്കാൻ വരട്ടെ കേട്ടോ. എന്തേ ചിലപ്പോ അഴിക്കേണ്ടി വരും. ആശാനെ ഇതും മൂഞ്ചോ? പോക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നണേ. അയ്യോ ഈ കാശും പോയാ? എടാ കുഞ്ഞെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ലൈഫ് ടൈം ഗ്യാരണ്ടി വേണ്ട ഐറ്റമല്ലോ. ഇതിപ്പോ സ്വന്തം മോളെ കാണാനുണ്ട് കേസും. കയറിയിരിക്കട്ടോ. എടാ ഇതിപ്പോ സ്വന്തം മോളെ കാണാതായിട്ട് കേസ് കൊടുക്കാത്ത ഒരു കുടുംബക്കാർ ശരിയാന്നോ? അല്ല നീ പറ, പെങ്ങള് പറ. അല്ല നമ്മുടെ ഇല്ലുമൂട് തറവാടിന് ഒരു നിലയും വിലയൊക്കെ ഇല്ലായോ? അല്ല തറവാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മൂത്തവൻ എന്തേ? ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് അവനോടെ പോയി കിടക്കുക? എഴുന്നേറ്റിട്ടില്ല, ഇന്നലെ ലേറ്റായല്ലേ കിടന്നത്. ചേടാ എന്നാലും എന്നാ ഒരു ഉറക്കമായത്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ? ഓ വേണ്ട, ഫോൺ വിളിച്ചാൽ മതി. മുറിക്കകത്ത് പാട്ട് വെച്ചിട്ടുണ്ടാവും. പുറത്തുനിന്ന് വിളിച്ചാലേ കേൾക്കത്തില്ല. ഞാൻ വിളിച്ചോക്കാം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കിട്ടുള്ളൂ. എന്റെ ചെറുക്ക ആദ്യം പെണ്ണിന് കിട്ടറാ. എവിടെ വെച്ചേക്കാം? ആ ഫോണേ. ഹലോ എടാ നീ വേഗം താഴേക്ക് ഇറങ്ങി വന്നേ. അതിന് സമയമായില്ലല്ലോ. നിന്നോട് ഞാൻ വേഗം താഴേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞേ. എൻ്റെ പൊന്നു മമ്മി, ഞാൻ ഇന്നലെ വന്ന സമയം മമ്മി കണ്ടല്ലേ. എടാ അതൊക്കെ ശരിയാ, ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ. എന്താ അത്യാവശ്യം? എടാ അവരുടെ പെങ്കച്ചിനെ കാണാനില്ലെന്ന്. ഉയ്യോ, ആ അതല്ലേ നിന്നോട് പറഞ്ഞ പെട്ടെന്ന് താഴേക്ക് വരാൻ. ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയ കോലം. താങ്ക്സ്. കെവിനെ, എന്തോ നിന്നോട് ഞാൻ ആ ബർത്ത്ഡേക്ക് വാങ്ങിച്ചെന്ന ഷർട്ട് ഇടാനല്ലേ പറഞ്ഞത്? ഏതാ? പച്ചയോ? പച്ചയാ? പച്ചയല്ല, നീല പോലത്തെ ഗ്രേ. നിനക്ക് അതുപോലും ഓർമ്മയില്ല അല്ലേ? എടി നീ കാണുന്ന ബർത്ത്ഡേക്ക് ഷർട്ട് മേടിച്ചിട്ടില്ലേ? വെറൈറ്റി പിടിക്കുക. ബൈക്ക്, ഹെൽമെറ്റ്, കാറ്, ഓടിക്കാറ്. അതിൻ്റെ കൂടെ കുറവുള്ളൂ ഇപ്പം. എടാ നീ ഇന്റർവ്യൂവിനാണ് പോണത്, അല്ലാണ്ട് പലചരക്ക് പിടിക്കാൻ മാർക്കറ്റിലേക്കല്ല. കിണിക്കല്ലേ കെവിനെ?
ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയ കോലാണോ ഇത്? എന്ത് കഷ്ടപ്പെട്ടാ നിനക്ക് അവിടെ ഒരു ജോലി സെറ്റാക്കി തരുന്നത്? എന്റെ വെല്ലിച്ചനോട് മാത്രം അവിടെ. അല്ലെങ്കിൽ ഇത്രയും സപ്ലൈ ഉള്ള നിന്റെ ആരെങ്കിലും പറഞ്ഞോളൂ. എടി അതിനിപ്പോ എന്തുണ്ടായേ? ഇമ്മാതിരി കോലം കെട്ടി പോകാനാണെങ്കിൽ കെവിനെ ഇത് നടക്കില്ല. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഉണ്ടെന്നല്ല ഞാൻ ജീവിക്കണത്. സ്വന്തം ചെലവിലല്ലാണ്ട് ജീവിക്കുന്നവർക്ക് അവന് പലതും തോന്നും. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. എടി ഞാൻ ജീവിക്കണതേ എൻ്റെ അപ്പനുണ്ടാക്കിയ കാശിലാ. എടാ നിനക്ക് നാണാവുന്നില്ല കെവിനെ? ഈ പ്രായത്തിൽ നിന്റെ അപ്പനുണ്ടാക്കിയ കാശിനെ ജീവിക്കുന്നതെന്ന് പറയാൻ. ദേ ഞാനൊരു കാര്യം പറയാം. ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല, അത് രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഔട്ട്പുട്ടാ. നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. എടാ നിനക്ക് തല നിറയെ ഈഗോ ആണ്. ആ ഈഗോയ്ക്കൊരു എടാ നീ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. മതി, ഇതുവരെ രണ്ടിരുന്ന ഈഗോയും നാണവും വന്നെൻ്റെ കാര്യം മനസ്സിലാക്കാനേ ഈ സപ്ലൈയുള്ള ബുദ്ധനെ ധാരാളാ. നീ ചെല്ല്, ആ വന്ന ആലോചനയ്ക്ക് യെസ് പറയും. എടാ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എടി എല്ലാവരും ബെറ്റർ ലൈഫ് ഡിസർവ് ചെയ്യാത്തതേ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അത് നിനക്ക് എന്ന് മനസ്സിലാവുന്നോ നമ്മൾ അന്നിനി കാണും. ഈഗോയും നാണവും ഒന്നുമില്ലാത്ത കെവിനെ നീ എന്ന് കാണും. ചെല്ലിപ്പോക്കോ. എടാ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ജോലി നമുക്ക് രണ്ടുപേർക്കും അത്യാവശ്യമാണ്. നിന്റെ സാലറി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ജോലി വേണം. എടാ പ്ലീസ്. നീ നോക്കിക്കോ. ഇനി നമ്മൾ കാണുമ്പോഴല്ലോ എനിക്ക് ഈ ജോലിയുടെ തന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ടാവും. അപ്പോയിൻമെന്റ് ലെറ്റർ. ആ അത് തന്നെ. ഈ ലവ് ഈസ് ബ്ലൈൻഡ് എന്നാണല്ലോ. അപ്പോൾ ചില പ്രണയത്തിന് അന്തർനാളങ്ങളിൽ 1-2 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഏത് നിന്ന് ചിണങ്ങാണ്ട് പോവാൻ നോക്ക്. ടൈമായി. ഉയ്യോ, ഈ പ്രണയ സല്ലാപത്തിനിടയില്ലേ സമയം പോയി അറിഞ്ഞില്ല. അപ്പം ഞാൻ പോട്ടെ. ബായ്. ബൈ. നിന്റെ വില്ലിച്ചിനോട് പറഞ്ഞാരേ ഒരു സ്മാർട്ട് ബോയ് ഇന്റർവ്യൂവിന് വരുന്നുണ്ടെന്ന്. എടാ നിനക്ക് എന്നെ കെട്ടണ്ടേ? കെട്ടിയ മാത്രം മതി. പോടാ. ഹലോ, മഴയാണല്ലേ? എന്താ മുഖത്തിന് പുച്ഛം? നോം വൈകിപ്പോയോ ആചാര്യപുത്ര? നീ എനിക്കൊന്നും പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് സാറിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് വിചാരിച്ചു. ആ എനിക്ക് നല്ലൊരു ചൂട് ചായ. അല്ല വേണ്ട, ബൂസ്റ്റ് മതി. ബൂസ്റ്റ് മതിയോ? ആ. കഴിക്കാൻ എന്തെങ്കിലും? ഇങ്ങനെ മുക്കി പൊരിച്ചൊരു പഴംപൊരി കിട്ടുമോ? പഴംപൊരിയില്ലേ? കിട്ടണം എന്താ വെച്ചാൽ മേടിച്ച് വിഴുങ്ങ്. എടാ 1 മണിക്കൂറായി ഞാനിവിടെ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട്. ഇതെൻ്റെ 3ാമത്തെ ചായയും 2ാമത്തെ സിഗരറ്റുമാണ്. എടാ ഈ ഫ്രണ്ട്ഷിപ്പിൽ ടൈമിങ്ങിലാട്ടോ, അത് നിനക്കറിയില്ല അല്ലേ? ചേട്ടാ ഒരു ഫുള്ള് പാക്കറ്റ് പൊട്ടിച്ചിട്ടൊരു ബൂസ്റ്റ്. അത്ര തന്നെ പഞ്ചസാര കിട്ടും. റിച്ച് ആയിക്കോട്ടെ. ഏത്? എടാ ഇതൊന്നും പിടിച്ചേ. എന്തിനാ? അനിയൻ്റെ വണ്ടിയിൽ ഇതേപോലെ ജാട കാണിച്ച് കിടക്കാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. എടാ വണ്ടി ആരെ ആയിക്കോട്ടെ, നീ സിങ്ക് കണ്ട രാജകീയ പ്രൗഢിയുള്ള ഞാനോട് തമ്മിൽ. കുതിരപ്പുറത്ത് കൊതുക് വരുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് എല്ലാവർക്കും ഒരു ഹായ്. നീ ആരാന്ന വിചാരം? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. മോൻ VK ബിൽഡേഴ്സ് കിട്ടുന്നുണ്ടോ? VK ബിൽഡേഴ്സ്? യാ. എടപ്പള്ളിയിലുള്ള? യാ മാൻ. അവരുടെ ദുബായ് ബ്രാഞ്ചിലേക്കുള്ള ഇന്റർവ്യൂവിനാണ് ഇന്നലെ ഞാൻ പോയത്. ഞെട്ടിയോ? ഇല്ല. എന്നാ ഇത് കേൾക്ക്. അവിടുത്തെ പെങ്കൊച്ചു പറഞ്ഞാൽ എന്താ അറിയോ? 99% ആ ജോലി എനിക്കാന്നാ. കിട്ടിയ ഒറ്റ മാസം പറക്ക ഞാൻ. പിന്നെ വെറും കെവിനില്ല, ഷെയ്ക്ക് കെവിൻ. ഇപ്പൊ നീ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ല. എന്താ? എടാ നീ ഏതൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നീ ഈ പെർസെൻറ്റേജിൻ്റെ കണക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടാ അത് വെറും 50-55%. ഇത് 99%. എടാ നിന്നോട് ഈ പെർസെൻറ്റേജിൻ്റെ കണക്ക് പറയുന്ന പെൺകുട്ടികൾ ആരെങ്കിലും നിന്നോട് പ്രായം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ ഈ വളരാത്ത താടിയും കട്ടിയില്ലാത്ത മീശ കാണുമ്പോൾ അവർ വിചാരിക്കും നീ പയ്യനാണെന്ന്. അതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജിൻ്റെ കണക്കൊക്കെ പറയുന്നത്. താടി മിച്ചം പറ്റല്ല ഒരാളുടെ പ്രായം അളക്കുന്നത്. ഹൈറ്റോ? എടാ എനിക്ക് മമ്മിയുടെ ഹൈറ്റും പപ്പയുടെ ബുദ്ധിയായി പോയി. അവന് നേരെ തിരിച്ചു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? സൗന്ദര്യം? നീ എൻ്റെ ടീമാണോ അവൻ്റെ ടീമാണോ? ഞാൻ നിന്റെ ടീമൊക്കെ തന്നെ. എടാ 26 വയസ്സായില്ലേ? അവനാണെങ്കിൽ നിന്നേക്കാൾ 3 വയസ്സ് ഇളയത്. അവൻ സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിച്ച് കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു. നീയോ ഒരു നാണമില്ലാതെ അവൻ്റെ ബൈക്കായിട്ട് കറങ്ങി നടക്കുന്നത്. എടാ ഒറ്റ മാസം മതി, ഒറ്റ മാസം. ഇരിക്കുന്ന വണ്ടിയില്ലേ ഇതിൻ്റെ ഫുൾ പൈസ ആയിരിക്കും എൻ്റെ സാലറി.
നിനക്ക് നിന്റെ നാവ് ലേലത്തിന് വെച്ചൂടെ? 3 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് കിട്ടുമല്ലോ. എന്തിനാ എൻ്റെ മാത്രം വെക്കണത്? നിന്റെ കൂടെ വെക്കാം. നിനക്കുള്ള തലമുറ. ഇപ്പോൾ വരാം. വാട്ട് മമ്മി? എടാ നീ ഒന്ന് വേഗം വീട്ടിലോട്ട് വന്നേ. അതിന് സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ സമയമില്ലല്ലോ. അതിനൊന്നുമല്ല, നീ വേഗം ഒന്ന് വാ. അരി പിടിപ്പിക്കാനായിരിക്കും. എടാ നിന്നോടൊന്ന് വേഗം വരാനാ പറഞ്ഞേ. ആ എന്നാൽ ഒരു 10 മിനിറ്റ് ഞാൻ വരാം. എടാ 10 മിനിറ്റ് ഒന്നല്ല, ഇപ്പം എത്തിക്കോണം. തള്ളക്ക് വട്ടായോ? ഇതിപ്പെന്താ ഇനി ഇതെന്ത് വള്ളിയാണോ കർത്താവേ? എന്തിനാടെ അളിയാ ഞാനേ ഒന്ന് വീട്ടിലേക്ക് പോവാ, എന്തോ അത്യാവശ്യമുണ്ട്. അപ്പോൾ ബില്ല് സെറ്റിൽ ചെയ്യില്ലേ നീ? നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ നിന്റെ ക്യാഷ് ഇല്ലേ? എടാ ഒറ്റ മാസം കഴിഞ്ഞാണല്ലോ ഈ ഊടെ ചായല്ലേ. ഇതിന് പോലെ സ്റ്റാർബക്സിന്റെ കോഫിയും നീ ആ കളഞ്ഞ സീർട്ടില്ലേ, അതിന് പോലെ ട്രഷറിന്റെ സീർട്ട് ആയിരിക്കും. അപ്പോൾ ഓക്കെ നോക്കി നീ ബില്ല് സെറ്റിൽ ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. സെറ്റ് ബൈ. എങ്ങോട്ടേലും പോ. അഭിനേ ഈ കടയുടെ വില ചോദിച്ചാലേ, എനിക്ക് ആ കടക്കാരനെ ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ പോയി കഴിഞ്ഞാലേ ഈ കട നമുക്ക് മേടിക്കാം. പിന്നെ ഞാൻ വില വേണ്ട, എത്രയാണ് പറഞ്ഞത് അതിന് ഡബിള്. നീ ഒന്ന് പോയി തരുമോ? കർത്താവേ പണിയാവല്ലേ. ചാച്ചൻ്റെ വണ്ടിയോ? വള്ളി വലുതാണല്ലോ കർത്താവേ. ചാച്ചൻ വന്നിട്ട് എങ്ങോട്ട് പോയി കാണാനുമില്ല. എടാ മത്തായി, നീ ഒരു 500 പേർക്കുള്ള ഭക്ഷണം പറ. എന്നാ ചെറിയ പരിപാടിയാണെങ്കിലും ഇല്ലിമൂട്ട് തറവാട്ടർക്ക് ഒരു വിലയില്ലായോ? ആ ഭക്ഷണോ? അങ്ങനെ ചത്തോ ഇനി? ഡാ നമുക്ക് ഈ ഭക്ഷണേ ചോറും ബീഫ് കറിയും വേണോ അതോ ഫ്രൈഡ് റൈസ് മതിയോ? ചോറും ബീഫും മതി. എന്നാ ഫ്രൈഡ് റൈസ് മതി. ചിക്കനേ നമുക്ക് വറുത്തരച്ചത് വേണോ അതോ ഗ്രേവി മാത്രം മതിയോ? വറുത്തരച്ചത്. അപ്പോ ഗ്രേവി മതി. ആ ഇതെന്താ സംഭവം? എടാ കല്യാണം. എടാ അവൻ്റെ ഒരു നാണം. എടാ അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം നടന്ന് ഓടി നടക്കുകയും ഞാൻ മാത്രല്ലേ ഉള്ളൂ. എടാ മത്തായി, നീ ഞാൻ പറയുമ്പോ അത് ഞാനറിയാതെ ഈ വീട്ടില് ഇനി ജോലി കിട്ടിയതറിഞ്ഞ് എന്റെ കല്യാണം സർപ്രൈസ് ആക്കി നടത്താനുള്ള പ്ലാനാണോ മമ്മിക്ക്? ഏയ് ചിലപ്പോൾ ഉറപ്പിച്ച് വെക്കാനാവും. ലീവിന് വരുമ്പോ നടത്താനുള്ള പരിപാടി. ഈ മമ്മിയെ കൊണ്ട് ഞാൻ തോറ്റു. മമ്മി ഇരിപ്പുണ്ടായിരുന്നു. മോനെ നീ ഇപ്പോഴാണോ വരുന്നേ? ആ അവർക്ക് ഇത്ര നേരം കാത്തു നിന്നിട്ട് ദേ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. ആര്? ഇവിടെ എന്താ നടക്കണേ? എടാ മണ്ട, കല്യാണം. അമ്മ ഈ ജോലി ഇങ്ങനെ ഉറപ്പായി കരുതി കല്യാണം നടത്തുന്നത് കുറച്ച് കടന്നയാണ്. എന്നാ കടന്നു കൈ? നിന്റെ ജോലി നോക്കിയിട്ടാണോ ഈ കുടുംബത്തിൽ ഒരു കല്യാണം നടത്താൻ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ചേട്ടന്റെ ജോലിയാണ് വെച്ചാൽ അനിയന്റെ കല്യാണം നടത്തേണ്ട ഗതിയോടൊന്നും നമ്മൾ ഇല്ലോട് തറവാട്ടുകാർക്കില്ല കേട്ടോ. ആ മനസ്സിലായില്ല ചേട്ടാ, ഞാൻ ലേമോളെ കൂട്ടിക്കൊണ്ടുവന്നു. ഏത് മോളെ? എന്റെ പൂക്കി. എന്തുകീ? എടാ അവരുടെ വീട്ടിലൊന്നും സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് രാവിലെ ജോലിക്ക് പോയവൻ ആ പെങ്കൊച്ചനെയും കൂട്ടി അമ്മേ ആ ലീമോളെയും കൂട്ടി വന്നേക്കുന്നു. എന്നിട്ട് അമ്മയുടെ മരുമോളാണെന്ന് പറഞ്ഞൊരു പരിചയപ്പെടുത്തലും. ഇവര് വന്നതിന് ശേഷം ദേ പറഞ്ഞു അവരുടെ സ്വന്തക്കാരും അച്ഛനും അമ്മാവനും ഒക്കെ. പിന്നെ ഞാനിവിടെ ഒന്ന് പാകപ്പാടെ ബഹളായിരുന്നു. ഞാനിടപെട്ട സംഭവമൊക്കെ ഒന്ന് സോൾവ് ആക്കി അവരിപ്പോ അങ്ങ് ഇറങ്ങിയുള്ളൂ. ഞാനൊന്ന് പുറത്തുപോയി വന്നപ്പോഴേക്കും എന്തൊക്കെ ഇവിടെ നടന്നത്? ആ നിന്റെ പുറത്തു പോകലൊരു പോക്കാണല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയാൽ മണിക്കൂർ കഴിയും വരാനായിട്ട്. എന്നാലൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ അതും ഇടുപിടിയെന്ന് ചാച്ചനൊന്ന് പറഞ്ഞേ. അല്ല നീ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ഇവന് പെട്ടെന്ന് ഓടിച്ചാടി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ഓർത്തോ? എന്നതാണെങ്കിലും ഇപ്പൊ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാകാതെ നോക്കണം, അത്രേ ഉള്ളൂ കാര്യം. ആ അതല്ലേ ചാച്ച പറഞ്ഞത്. എടാ കെവിനെ, ഇപ്പൊ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എടാ നീയാണ് ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്ത ആണ്ടരി. അപ്പോൾ ഇവന്റെ ഒരു തീരുമാനമാണ് നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവരെ തീരുമാനം. നീ അങ്ങ് പറഞ്ഞേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ജോലി. നിന്റെ ജോലി നാളെ ഇവിടെ ഇവന്റെ പള്ളിയിൽ വെച്ച് കെട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് വീട്ടിനകത്തൊരു ചെറിയ പരിപാടി, അത്രേ ഉള്ളൂ. നീയാണ് എല്ലാം മുന്നിൽ നിന്ന് ചെയ്യേണ്ടത്. ചാച്ചന ഉണ്ടാവും കൂടെ കേട്ടോ. ചേച്ചി നമുക്ക് കുറച്ച് ഇതും വായിച്ചുകൊണ്ടിരിക്കുമെന്നോ. അതെ
നാളെ നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ അവരാരും വിളിക്കണ്ട, അതിനുള്ള പരിപാടിയൊന്നുമില്ല ഇവിടെ. എടാ കാറ്ററിങ്ങിന്റെ കാര്യം എന്താ? കാറ്ററിങ്ങിന്റെ കാര്യമൊക്കെ നോക്കണം, അതിനുള്ള പൈസ ചേച്ചിക്ക് തന്നാണ്. അപ്പോൾ നമ്മളൊരു 100 പേരെ പ്രതീക്ഷിക്കുന്നു. 150 നിനക്ക് നാണാവുന്നില്ല ഗിവനെ? ഈ പ്രായത്തിൽ നിന്റെ അപ്പനുണ്ടാക്കിയ കാശിന് ജീവിക്കുന്നെന്ന് പറയാൻ. അവനാണെങ്കിൽ നിന്നേക്കാ 3 വയസ്സ് ഇളയത്. സ്വന്തം ചെലവിലല്ലാണ്ട് വീട്ടിലൊക്കെ കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു. നീയോ ഒരു നാണമില്ലാതെ അവന്റെ ബൈക്കായിട്ട് കറങ്ങി നടക്കുന്നു. നാളെ ഇവിടെ ഇവന്റെ പള്ളിയിൽ വെച്ച് കെട്ട്. അല്ലെങ്കിൽ ഇത്ര സപ്ലൈ നിന്നെ കൊല്ലും. ഹലോ, എടാ നീ ആ വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്കിയേ. എന്ത്? എടാ വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്ക്, അത്യാവശ്യമാണ്. ആ നോക്കാം. അനിയന്റെ കല്യാണ സദ്യക്ക് പപ്പടം വിളമ്പാൻ നിൽക്കേണ്ടി വന്ന അവിവാഹിതനായ ചേട്ടൻ കെവിൻ 27 വയസ്സ് പപ്പട ലഹളയിൽപ്പെട്ട് മരിച്ചു. പൊട്ടി മലരൻ. ഹോ, ഒന്ന് സെന്റ് അടിച്ചിരിക്കാൻ സമ്മതിക്കില്ല തെണ്ടികള്. ഉപ്പ്. ആ അതെ, അവിടെ ഒരു ലൈറ്റും കൂടി ഇട്ടാൽ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി തീർന്നു. എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞാൽ മതി. ഓക്കെ. ആ എന്റെ വീണ്ടും മുമ്പിലേ ആ ചാച്ചന്റെ ഒരു ഫ്ലെക്സ് വെക്കാൻ പറ്റുമോ? വലുത് പറഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കണത്. അനിയൻ കിട്ടണതിൽ നല്ല ചുരുക്കുണ്ടല്ലേ? അവിടെ ബൾബിട്ട പരിപാടി ഇല്ലേ? എന്നാ പൈസ മേടിച്ച് പോകാം. എങ്ങനെ ഒപ്പിച്ചട ഈ പരിപാടി ഒരൊറ്റ ദിവസം കൊണ്ട്? അതിന് ഇവന്റെ അല്ല കല്യാണം, ഇവന്റെ അനിയന്റെയാ. ഈ മണ്ണക്കാരെ പെണ്ണു കൊടുക്കണം. അങ്ങോട്ട് സോരല്ലേ, ഞാനും അതല്ല ഈ മുന്നയ്ക്കൊക്കെ ആരും പെണ്ണ് കൊടുക്കുന്നു. എവിടുന്ന് വരുന്നത് ഇവനൊക്കെ? വന്നവനും പോണവനും ഒക്കെ പുറത്ത് കയറുവാണല്ലോ. ഈ കൊല്ലമേ ശരിയില്ല. അപ്പോൾ നിങ്ങൾക്കപ്പോൾ എൻജോയ് കേട്ടോ. കല്യാണത്തിന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്, ഏത് അറിയാമല്ലോ. ഓ, നിങ്ങൾക്ക് എവിടുന്ന് കല്യാണത്തിന് തിരക്കുകളൊക്കെ അറിയാനല്ലേ. അപ്പോൾ ഓക്കെ ചേട്ടാ, ബൈ, ഞാൻ പോണു. എത്ര നാളായില്ലേ ഇതേപോലെ ഒരുമിച്ചിരുന്ന് വെള്ളമൊക്കെ അടിച്ചിട്ട്? ഇക്കൊല്ലം ആദ്യം അരുണിന്റെ കല്യാണമാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഇതിപ്പോ നിന്റെ അനിയൻ കയറി ഓവർടേക്ക് ചെയ്തല്ലോ. എന്നാലും നീ ഇത് ഭാഗ്യവനാടക്കെ പിന്നെ. അതെന്തേ? സാധാരണ ഇവിടെ അനിയന്മാരെയും പെങ്ങന്മാരെയും കെട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോ നിന്റെ അനിയൻ എന്തേ കെട്ടി നിനക്കും നിന്റെ കൂട്ടുകാർക്കും ചെലവിനായിരുന്നു. അതിന് ഇവന്റെ വീട്ടിൽ താഴെ ഉള്ളത് ഇവനല്ലേ. ഇവനാണെങ്കിൽ ഇപ്പോഴും താഴേന്ന് വന്നിട്ടില്ല. ഓസിന് കുടിക്കാണെങ്കിൽ കുടിച്ചിട്ട് പോ. ചുമ്മാ കൊണ കുറെ നേരായി. നീ അതിന് ഞങ്ങളോട് കലിപ്പായിട്ട് എന്താ കാര്യം? മൂത്തൊരുത്തനോടെ പന പോലെ. പനയോ? പനന്തൈ. എടാ ഞങ്ങൾ ഇറങ്ങണമെന്ന്. എടാ ഞാൻ വെറുതെ പറഞ്ഞതാ. ദേ മദ്യം ബാക്കിയല്ലേ, അടിച്ചിട്ട് പോവാന്നേ. അമ്പട്ടി പുളിസു അല്ലെങ്കിൽ നീ പറഞ്ഞ ആരിറങ്ങണേ? ആ. ലേറ്റായ അമ്മച്ചി പട്ടീനെ അയച്ചു കൊടുക്കും. അത് നിന്റെ വീട്ടിലെ പട്ടിയല്ലേ? ആ പട്ടിക്ക് എന്നെ വെച്ച് ബാക്കി എല്ലാവരോടും യജമാൻ സ്നേഹ. എന്നെ കണ്ട അപ്പ കടിക്കും, വൃത്തികെട്ട പട്ടി. എന്നാ ഇവൻ പോട്ടെ, നീ ഇവിടെ നിൽക്ക്. എടാ എനിക്ക് പോവാൻ വണ്ടിയില്ലല്ലോ. ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ നീ എന്നെ കൊണ്ടാക്കുമോ? ഞാൻ കൊണ്ടാക്കാം. എൻ്റെ പൊന്നോ വേണ്ട, നീ പണ്ടൊന്ന് കൊണ്ടാക്കിയതാ. 2 ആഴ്ചയാ കറങ്ങണ ഫാനും നോക്കി ഞാൻ ഓർത്തവാടി കിടന്നേ. അതുകൊണ്ട് നോ ചാൻസ്. സോ സാഡ്. എന്നാ പോയല്ലോ. നോക്കെന്നാ. അപ്പൊ ഓക്കെ. ഓക്കെടാ. എടാ ഗ്ലാസ് വെച്ചോ, ഗ്ലാസ് വെച്ചോ. ഓക്കെ, ഓക്കെടാ. യാത്രയില്ല. ഓക്കെ. ബൈ. രാത്രിയിൽ യാത്രയില്ല. ബൈ. എങ്ങും വേണ്ട എൻ്റെ ക്ലാസ്. എൻ്റെ അല്ലയാ, നമുക്ക് 2 അടിക്കാം. അല്ലയാ, നീ ഇങ്ങനെ സെൻറ്റ് അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലേ? ഞാൻ പിന്നെ എന്താടാ ചെയ്യേണ്ടത്? നീ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, നിങ്ങൾ കൂട്ടുകാർ കളിയാക്കി നിങ്ങളുടെ മുമ്പിൽ ആസായിരിക്കും അല്ല. ഇത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം മുമ്പിൽ കോമാളിയായിട്ടിരിക്കുക ഞാൻ. എടാ, നീ അന്ന് പുറത്തുകൊണ്ട് കാര്യം പറഞ്ഞല്ലേ? ആ. അതെന്തായി? ഒരു
99% പോകാൻ പറ്റൂടാ. മോറ്റൻ എൻ്റെ പൊന്നലെ ഈ ശതമാനക്കണക്ക് വിട്. 1 മാസത്തിനുള്ളിൽ പക്കയാണോ? പക്കയാണ്. എടാ എന്നാ പിന്നെ നിനക്ക് പറഞ്ഞാൽ തീരാന്ന പ്രശ്നമല്ലേ? നിനക്ക് സുഖമായിട്ടൊരു മാസം നീക്കി വെച്ചൂടെ? എൻ്റെ പൊന്നളിയ, ഇന്നത്തെ ദിവസം തുടങ്ങി നമ്മൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ണടച്ച് തുറക്കുമ്പോൾ എനിക്ക് പോയത്. ഇനി നാളെ ഈ കല്യാണം കൂടി കഴിഞ്ഞാണല്ലോ, പിന്നെ അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂടാ? പിന്നെ എനിക്ക് അവളുടെ പോയി പറഞ്ഞേക്കാൻ ഒന്നുമില്ലടാ. ആകെ നാണം കിട്ടി നിൽക്കുക ഞാൻ. പിന്നെ അങ്ങോട്ട് ഈ ശതമാനക്കണക്കൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എടാ, എല്ലാവരുടെയും മുന്നിലെന്ന പോലെ അവളുടെ മുമ്പിൽ ഞാനൊരു കോമാളി നിന്നുകൂടാ. നാളെ കല്യാണം നടക്കായിരുന്നാലോ? എന്ത്? എടാ നാളെ കല്യാണം നടക്കായിരുന്നാലോ? എങ്ങനെ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. എന്തു വഴി? എടാ കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല, നീ ഇതടിച്ചേ. എന്നാ ഒരെണ്ണം ഇരുത്തി വലി. വേണ്ട, സിഗരറ്റ് വലിക്കുന്നത് വലിയാൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓ എന്നാ നീ വലിക്കണ്ട. വഴി പറയ്. വഴിയാ? എന്ത് വഴി? എടാ നീയല്ലേ കല്യാണം മുടക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞത്? മുടക്കാനാ? കല്യാണം മുടക്കാനാ? ആ എടാ, ഒരു പാവം പയ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പൈസ കൊണ്ട് കല്യാണം നടത്തുമ്പോ നീ അത് മുടക്കാൻ നോക്കുന്നോ? എടാ മനുഷ്യനാടാ നീ. മനുഷ്യന് ബാഡ്, വെരി ബാഡ്, വെരി ബാഡ്, വൃത്തിയട്ട ബാഡ്. എടാ എന്റെ വലിയ എനിക്ക് കണ്ടു കൊടുക്ക്. ഒടുക്കത്തെ മോശം ബാഡ്, വൃത്തിയട്ട ബാഡ്. എങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? നാളെ കല്യാണം നടക്കായിരുന്നാലോ? നാളെ ഇവിടെ ഇവന്റെ പള്ളിയിൽ വെച്ച് കെട്ട്. എടാ നിനക്ക് എന്നെ കെട്ടണ്ടേ? എടാ നിനക്ക് നാണാവുന്നില്ല ഇവനെ? ഈ പ്രായത്തിൽ നിന്റെ അപ്പനുണ്ടാക്കിയ കാശിനെ ജീവിക്കുന്നെന്ന് പറയാൻ. എനിക്ക് എന്താടാ? എനിക്കിത് ബാറി പോണം. എനിക്കിത് ബാറി പോണെന്ന്. അയ്യോ സാധനം തീർന്ന സാധനം ഇരിപ്പുണ്ടല്ലോ. എനിക്കൊരു ബീർ അടിക്കണം. എനിക്കൊരു ബീർ അടിക്കണമെന്ന്. എടാ അതിനെന്താ ബാറിപ്പോണേ? നിന്റെ ഫേവറേറ്റ് സാധനം കിങ് ഫിഷർ അൾട്രാ സ്ട്രോങ് ഞാൻ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബാ വീട്ടിൽ പോവാ. എനിക്കൊരു ഹെനിക്കൻ ഗ്ലാസ് കുടിക്കണ്ട. ഹെനിക്കൻ ഒരു ഗ്ലാസ് കുടിക്കണം. നീ പോയേ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ കാറിന് താക്കോല, ഞാൻ പോകണം. കാറ് എന്നല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അതും നിന്നെപ്പോലൊരു മൊണ്ണ. ഞാൻ വരാം. ഓടി വെക്കണ്ണേ, ചാടി വാടാ മൊണ്ണേ. നാനേ 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 നാനേ. രാമൻ തേടും രാമൻ തേടും രാമൻ തേടും സീതപ്പെണ്ണെ നീ രാവണന്റെ തോട്ടത്തിലോ. രാമൻ തേടും സീതപ്പെണ്ണെ നീ. നെക്സ്റ്റ് റൈറ്റ് റൈറ്റ് പോട്ടെ. ഞാനല്ല പറഞ്ഞ, എനിക്കറിയാന്ന്. എടാ അവരുടെ പെങ്കച്ചിനെ കാണാനില്ലെന്ന്. ഓയോ മാനൊരെണ്ണം. ഒരു നോട്ടം കളിനോട്ടം അതിലാകെ വീണുപോയി. ഒരു മോഹം ഇടനെഞ്ചിൽ കുട്ടി കുട്ടി നിന്നുപോയി. നീ നടന്നു രാവണന്റെ ട്രാപ്പിലേക്ക് കേറി എന്റെ സീത. നാനേ 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 നാനേ. നമുക്ക് ഈ ബന്ധം വേണ്ട കേട്ടോ. എനിക്ക് അവളെ തന്നെ വേണം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കിട്ടുള്ളൂ. ചെറുക്ക ആദ്യം പെണ്ണിന് കിട്ടറാ. റൈറ്റ് പോട്ടെ, ലെഫ്റ്റ് പോട്ടെ. ലെഫ്റ്റിലോട്ടോ? ഓക്കെ, എന്നാ നമുക്ക് റൈറ്റിലോട്ട് പോവാം. എടാ ആ റൈറ്റ് അല്ല, ഈ ലെഫ്റ്റ്. റൈറ്റ് എന്നാ വണ്ടി നിർത്തുന്നേ.
എടാ നീ കുറേ നേരമല്ല ലെഫ്റ്റും റൈറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇതേത് ബാറിലോട്ടാ? എടാ ആ കീർത്തി ബാറാണേ നമ്മുടെ നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. അമ്മുള്ളനാണെങ്കിൽ ഞാനും വരാം. വെറും വയറ്റിലും ബിയർ അടിച്ചാലേ തലയ്ക്ക് പിടിക്കൂ. എടാ അതിനല്ല, നീ ഇതേ വീടുണ്ടോ? വാവ് നൈസ്. താങ്ക് യു. ബ്ലാക്കിന് മദ്യം വെക്കുന്ന വീടിൻ്റെ ഒരു ആംബിയൻസും ഇല്ല. കൊള്ളാം. ഇതാണ് എവിൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്. ആ അത് പറ. ഞാനും അതാ വിചാരിച്ചേ, ബ്ലാക്കിന് മദ്യം വെക്കുന്ന വീട്ടിലാരെത്ര ലൈറ്റ് ആൻഡ് സെറ്റപ്പ് ഒക്കെ നടത്തുകയെന്ന്. അയ്യോ നമ്മളെന്താ ഇവിടെ? നീ വണ്ടി സ്റ്റാർട്ടിങ് കേട്ടോ, ഞാനിപ്പോൾ വരാം. എടാ ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കല്ലേ. ഞാനിതൊരു ഒരു കോപ്പിലെ പരിപാടിയും കാണിച്ചില്ല, അതാണ്. എടാ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. നീ പ്ലാൻ പറ എന്താന്ന്. എടാ പ്ലാൻ പറഞ്ഞത് മുഖത്ത് വരാതിരിക്കാനുള്ള എക്സ്പീരിയൻസ് നിനക്കില്ല. തൽക്കാലം നീ വണ്ടി സ്റ്റാർട്ടിങ് കിട്ടോ, ഞാനിപ്പോൾ വരാം. അല്ല എടാ എങ്ങോട്ടും പോരുത്, ഞാനിപ്പോൾ വരാം. ഗേറ്റല്ലേ ആമേ എന്താ ഒരു കാര്യമുണ്ട്. ഈ വാക്കുകളുടെ പോസ്റ്റ് പറയുമ്പോഴല്ലോ. അല്ലേ വേണ്ട, ചിലപ്പോൾ ഇടിയിട്ട് നമ്മളായിട്ട് പതുക്കെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. എന്താ ഇത്? എടാ ഒന്നങ്ങ് നീങ്ങി കിടക്കാം, അങ്ങോട്ട് പോട്ടെ. ബാത്റൂമൊക്കെ ആകെ വൃത്തികേടാക്കി. കണ്ടില്ല പാവം. ഇതന്നെ ഡോറ് തുറന്ന് കയറിയത് ഫ്ലൈഓർന്ന് താഴെ കാണാം. 1 2 3 4 കഴിഞ്ഞു. എവിടെയാ കിട്ടിയില്ല. ആരും എണീറ്റില്ലേ? ഓ ഗേറ്റിൽ മിസ്സായിടി. ഇവിടെ കിട്ടുമെന്ന് ഓർത്തത്. ഹായ് മദ്യം വെറുതെ അല്ല. ഒരടിച്ചേക്കാം. തെണ്ടിന് വെള്ളം വെച്ചിട്ടില്ല. 5 7 ഇനി എന്താണോ? ഹായ് വെള്ളക്കുതിര. 8 10 12 കിടന്നുറങ്ങിക്കോട്രാ. ട്രൈ അടിച്ചിട്ടാ പൊട്ടന്മാരെ. അമ്മേ ചെരുപ്പെന്നിട്ട ഇത്രയധികം സ്റ്റെപ്പിൻ്റെ മുകളിലിരിക്കുന്ന ഇവളാര് കൊരട്ടി മുത്തിയോ? കയറിയാൽ തീരാത്തൊരു സ്റ്റെപ്പ്. 3 നിലയാണോ? വെട്ടമുള്ള മുറി. ഇവിടെ മത്തി ഉണ്ടാവോ? കാണൂല. ഇവളെന്ത് എഴുതണേ? തലേദിവസ കല്യാണക്കുറി എഴുതണേ? കന്നത്തിലാണല്ലോ എഴുത്ത്. നീ എഴുതാണല്ലടി. നിനക്കുള്ള ജാതകം ഞാൻ തരാം. കുഴപ്പമൊന്നുമില്ലല്ലോ. സേഫ്. കൊള്ളാം. കല്യാണപ്പെണ്ണിൻ്റെ വീടിന് വേണ്ടി കുതിര. വീട്ടിലെന്തിനും ഇത്രയും എന്താ മിന്നല്ലേ? ചേട്ടൻ എന്താ ഇവിടെ? എന്തോ? എവിന്റെ ചേട്ടനല്ലേ? അല്ല എവിൻ എൻ്റെ അനിയനാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ രണ്ടിനും ഒരേ മീനിങ്ങാ. ആണോ? പറ ചേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ? എനിക്ക് കല്യാണപ്പെണ്ണോട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഏത് കല്യാണ പെണ്ണിനോട്? ഇവിടെ വേറെ കല്യാണ പെണ്ണ് നീയല്ലേ? അപ്പം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നേരത്തോ? മോളെ നീ കിടന്നില്ലേ? രാവിലെ നേരത്തെ പോകാനുള്ളതാ. കിടന്നുറങ്ങാൻ നോക്ക്. 1 മിനിറ്റ്. 1 2 മിനിറ്റ് എടുത്തു. വിഷയുടെ കാര്യമില്ല. ചേട്ടൻ പോയോ? ഇല്ല. നട്ടപ്പാതിരേക്ക് വീട്ടിൽ കയറി വന്ന് കോമഡി കാണിക്കാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അതോ ഞാൻ എല്ലാവരും വിളിക്കണോ? ഒച്ച നിന്റെ കുടലിന് തൊള്ളടി ഞാൻ. ഇത് വെച്ചോ? അപ്പം ഇത് വെച്ചല്ല, എൻ്റെ അരയിൽ കത്തിയുണ്ട്. വീണ്ടും അതിന് ഞാൻ പഠിക്കില്ല. കാര്യം അത്ര സീരിയസാ. എന്ത് കാര്യം? വെള്ളമുണ്ടോ? എന്താ? അല്ല കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന്.
എന്താ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ ഇത് പിടിച്ചോ, വെള്ളം കുടിച്ചിട്ട് വരാം. എന്താ പറയുക? നീ നമ്മുടെ ആളാണല്ലേ? അല്ല, അത് ഞാൻ ഏയ്, കല്യാണത്തലേന്ന് ഒന്നര അടിക്കുന്ന തെറ്റൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിലേക്കുള്ളല്ലോ നീ. കല്യാണം നടക്കുവാണെങ്കിൽ നമുക്ക് കൂടാം കേട്ടോ. ചാടങ്ങട് സെറ്റ്. ഓർമ്മ ഒഴിക്കട്ടെ? വേണ്ട. ചേട്ടൻ പറയാൻ വന്ന കാര്യം പറ. ആ, വന്ന കാര്യം. ഈ കല്യാണം നടക്കില്ല. എന്ത്? ഈ കല്യാണം നടക്കാൻ പാടില്ല. കല്യാണത്തലേന്ന് കയറി വന്ന ഒരുമാതിരി വളിപ്പിടിക്കല്ലേ? വളിപ്പല്ല, ഈ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ആ, വെറുതെ അല്ല. ഇവിടെ ജാതകം നോക്കിയിരുന്നോ? ഈ വീട്ടിലുള്ളവർ അങ്ങനൊന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെയാ ഈ കൊടും ചതി. അതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ നടപ്പണല്ലോ. എൻ്റെ ചങ്ക് കയറുന്നുപോയി. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദുർമരണം. ദുർമരണോ? ആരുടെ? ഈ കല്യാണം നടന്ന കൊച്ചിൻ്റെ അച്ഛൻ്റെ ദുർമരണം. അതിന് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ, പക്ഷെ 14 കൊല്ലായി. ഇത് അയ്യോ. എന്താ? ഗുളികന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഗുരുഗുളികന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി അതെന്താ? അതായത് ദുർമരണം സംഭവിക്കേണ്ട ആള് നേരത്തെ മരിച്ചാണെങ്കിലേ അയാളുടെ വീട്ടിലെ 3 പേര് മരിച്ചു. എന്നുവെച്ചാ ഈ കല്യാണം നടന്ന കൊച്ചിൻ്റെ വീട്ടിലെ 3 പേര് കർത്താവെ വിശ്വസിച്ച് കാണണേ. അല്ല, എവിനിതറിയില്ലേ? അവൻ കുഞ്ഞല്ലേ? പക്ഷെ കാഴ്ചയിൽ ചേട്ടനാണല്ലോ കുഞ്ഞ്. കത്തിയെടുക്കണേ? വേണ്ട. അല്ല, അവൻ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവനിതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇതൊക്കെ പ്ലാൻ ചെയ്തേക്കണം എൻ്റെ ചാച്ചമ്പുള്ളിയാ. പുള്ളിക്ക് നിങ്ങളുടെ വീട്ടിലെ 3 പേര് മരിച്ചതിന് കുഴപ്പം. പുള്ളിക്ക് പുള്ളിയുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ് വലുത്. പക്ഷെ എനിക്കങ്ങനല്ല. ബ്രൈഡ് കൺവീൻസ്ഡ്. കല്യാണ കച്ചേരി. ഡ്രൈ ആണല്ലേ കർത്താവേ. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ചേട്ടനൊന്ന് സംസാരിച്ചു പോയിക്കൂടെ? സംസാരിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഈ കല്യാണം എന്തായാലും മുടങ്ങണം. ഈ അവസാന നിമിഷം വന്ന് കല്യാണം മുടങ്ങണമെന്ന് പറഞ്ഞാൽ എങ്ങനെ മുടക്കൂന്നാ? എങ്ങനെയാന്നൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ടി വരും. ഇതൊന്നും ആലോചിക്കാതെയാണോ ഇതൊക്കെ പറയാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നേ? ചേട്ടാ, ഇതിപ്പോൾ ഞാൻ പറയാൻ വന്നാണോ കുഴപ്പം? അതെ, എനിക്കൊന്നും പോകാനില്ല. ഈ കല്യാണം നടന്ന കൊച്ചിൻ്റെ വീട്ടിലെ 3 പേരും ടീം, കൊച്ചിൻ്റെ അമ്മ വരെ. കണ്ട, ഇതാണ് നിമിത്തം. നാളത്തെ കാര്യത്തിന് നിമിത്തം മോളെ ഇത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്ന് പറ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? കെട്ടിൻ്റെ സമയം കഴിയുന്നവരെ ഈ കല്യാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഇവിടുന്ന് കാണാതാണ്. ചേട്ടൻ ഒളിവിൽ പോകാൻ പോവാണോ? ഞാൻ ഒളിവിൽ പോയി കഴിഞ്ഞാൽ കാറ്ററിംഗുകാരെ വിളിച്ച് ഒരു പ്ലേറ്റ് കുറച്ചെടുത്താൽ മതി എന്ന് പറയും എൻ്റെ മമ്മി. അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോലുള്ള. പിന്നെ ആരെ കാണാതാക്കണമെന്നായി പറയുന്നേ? നിന്റെ അമ്മയുടെ അടക്കം 3 പേരെ ജീവൻ രക്ഷിക്കാൻ ഇനി ഒരാക്കേ പറ്റൂ. ആരാണ് അയാൾ? നീയാണ് അയാൾ. ഞാനോ? ആ, പിന്നല്ലാണ്ട്. എടി, കെട്ടിൻ്റെ സമയം കഴിയുന്നവരെ തൽക്കാലം നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക. ഞാൻ എങ്ങോട്ട് പോവാനാ? ഇങ്ങോട്ട് പോകാനൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. എൻ്റെ ഒരു സ്വന്തക്കാരൻ്റെ വീടാ. ആൾക്കാരൊക്കെ പുറത്താ. അപ്പോൾ എൻ്റെ ചുറ്റുപാടും പരിപാടിയൊക്കെ നോക്കണം ഞാനാ. വിൽക്കാനായിട്ടേക്കോ തൽക്കാലം അവിടേക്കാ. എല്ലാം കഴിഞ്ഞ് രാവിലെ നീ അവനെ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയാൽ മതി. ആരെ? എബിനെ, അല്ലാണ്ട് ആരെയാ? ഇവളിതെന്തോ കുഴപ്പാവൂ?
കുഴപ്പമാവോന്ന് ചോദിച്ചാ എന്ത് കുഴപ്പം? കെട്ടുമുടങ്ങി എല്ലാം ഒന്ന് കളങ്ങി തെളിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ ദുബായിക്കൂടെ പോയാൽ ഓക്കെ. ദുബായ്ക്കോ? അപ്പം ദുബായിക്ക് എന്ന് പറഞ്ഞാൽ ഈ പണിക്കരുടെ ഫാമിലി ദുബായിലാണല്ലോ. അപ്പോൾ അവിടെ പോയി പ്രശ്നം വെച്ച് നോക്കിയാണല്ലോ ഇതിനെ അങ്ങനെ ശരിയാവുള്ളൂ. 1 മാസം കഴിഞ്ഞാൽ പോകാനും പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പ്രശ്നമാവില്ലെന്ന് പറയണമെങ്കിൽ ഞാൻ പണിക്കരുടെ അടുത്ത് പോകണം. അതല്ല, ഇവിടത്തെ കാര്യം പറ. ആ ഇവിടുത്തെ കാര്യം എന്ന് പറയുമ്പോൾ വലിയ ഒച്ചനൊക്കെ ഒന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഏറ്റു. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആണാ? എന്നാൽ ലേറ്റ് ആക്കണ്ട, പോവാം നമുക്ക്. പോരെ പോരെ, ഇതൊക്കെ ചെറിയ കാര്യം. ഓ നമ്മൾ കല്യാണത്തിന് പോവല്ല, വരാമോ? ഗ്യാസ് വീട്ടിൽ ഓപ്പൺ നോക്കാൻ പാടില്ലല്ലോ. പിന്നെ ഒക്കെ വിളിച്ചോണ്ട് സമയം പോയോ? ചേട്ടാ കാറിലല്ലേ വന്നേ? അതെ. ഞാൻ ഓടിക്കട്ടെ? അത് നമുക്ക് വേറെ കണ്ടന്റ് ആക്കാം. ഞാൻ ചേട്ടനെ പേര് വിളിക്കട്ടെ? എന്തിനാ? അല്ല, ചേട്ടനെ കണ്ട അവൻ ചേട്ടനും ചേട്ടൻ അനിയനാന്ന് പറയും. കത്തി എടുക്കണ്ട, വാ പോവാ. ഇവിടെ ഞാൻ കൊന്നുകളഞ്ഞത്. എൻ്റെ അമ്മി ഒടുക്കത്തെ മഴയും അവൻ്റെ ഔട്ടി കൊണ്ട് വണ്ടി നിർത്തിക്കണം. എന്നിട്ട് അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. ദൂരം നേരെ വാ പോവാനേ. എടാ എത്ര നേരം അവിടെ നീ പോയിട്ട്? പിന്നെ ഞാൻ കെട്ടു ഇറങ്ങി. ബെൽറ്റ് ഇട്ടോ പോവാം നമുക്ക്. അല്ല ഇടത്തോട്ടോ വലത്തോട്ടോ? പഠിച്ചേ നേരെ പോട്ടെ, ഞാൻ പറയണ്ട്. ആ പെണ്ണ് എവിടെ പോയി കാണുമെന്തോ? എനിക്കറിയാം, ഇവനോട് ചോദിക്കും. അവൾ അങ്ങനത്തെ ആളൊന്നുമല്ല മമ്മി. അത് നിനക്കെങ്ങനെ അറിയാം? ആ അതൊക്കെ എനിക്കറിയാം. നീ അതും പറഞ്ഞോണ്ടിരുന്നോ? ഇവിടെ കുടുംബക്കാരെ മാനം മൊത്തം കപ്പല് കയറി. എല്ലാവരും നേരത്തെ എത്തില്ലോ? ആയിക്കോട്ടെ. ആ നിങ്ങൾ നേരത്തെ എത്തിയില്ലേ? എവിടെയായിരുന്നടാ ഇത്ര നേരം? എന്ന് പറഞ്ഞാൽ ഓടാനും പിടിക്കാനും നടക്കാനൊക്കെ ഞാനല്ലേ ഉള്ളൂ. നമ്മൾ സണിച്ചേണ്ട ഉള്ളേ. അത് തന്നെ വലുതായല്ലോ. ആയിക്കോട്ടെ. എന്റെ പൊന്നു മമ്മി, ഞാൻ വരുവാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനായി വിളിച്ചോണ്ടിരിക്കണേ? ഇത് എന്നാടാ ഇത്? എത്ര നേരമായി നിന്നെ ഇവിടെ എല്ലാവരും മാറി മാറി വിളിക്കുന്നു? എടാ, ഒരു സ്ഥലത്ത് സമയത്ത് എല്ലാം കുടുംബക്കാരുടെ അന്തസ്, മനസ്സിലായോ? അന്തസ് കയറിക്കറമ്പൂല്ലേ? എന്നാന്ന്? അല്ല, അന്തസ്സിനൊരു കുറവും വരില്ല ചാച്ചാന്ന് പറഞ്ഞതാ. നീ വേഗം വണ്ടി എടുക്കാൻ നോക്ക്, കെട്ടിനുള്ള നേരമായി. പെണ്ണില്ലാണ്ട് പള്ളിയിലേക്ക് നിന്നിട്ട് ആരക്കട്ടെ ഇപ്പം വികാരച്ചന് കിട്ടും. എടാ, പെണ്ണൊക്കെ ഉണ്ട്, നീ വേഗം വണ്ടി എടുക്കാൻ നോക്ക്. അതേത് പെണ്ണ്? ലിയമോൾ, എന്റെ പൂക്കി. കാണാതെ പോയി കിട്ടിയ? അയ്യോ, കാണാതെ അവളല്ല, അവളെ ചേച്ചിയാ. ചേച്ചിയോ? ആ, അതിന് ചേച്ചി ആള് തലതെറിച്ചതാ. എനിക്ക് മുമ്പേ അനിയത്തിയുടെ കല്യാണം നടത്തുന്ന വീട്ടുകാരോട് പുച്ഛമാണെന്നൊരു കത്ത് എഴുതി വെച്ചിട്ട് പെങ്കുച്ചു പോയത്. എനിക്ക് കല്യാണ പെണ്ണോട് 3 ആളുകൾ പറയാൻ. ഏത് കല്യാണ പെണ്ണോട്? പൂക്കി. എൻ്റെ അമ്മി ഒടുക്കത്തെ മഴയും അവൻ്റെ ഔട്ടി കൊണ്ട് വണ്ടി നിർത്തിക്കണം. എന്നിട്ട് അവിടെ വണ്ടി നിർത്താനല്ലോ പറഞ്ഞു. ദൂരം നേരെ വാ പോവാനേ. എടാ എത്ര നേരം അവിടെ നീ പോയിട്ട്? അടിച്ച കള്ളിന്റെ കെട്ട് ഇറങ്ങി. എന്തായാലും വണ്ടി എടുക്കും. അയ്യോ, എന്താ ഇതാരാ? ഇത് കല്യാണ പെണ്ണ് അല്ലാണ്ട് ഞാനാ? കല്യാണ പെണ്ണാ? മേക്കപ്പ് ഇട്ടില്ലായിരുന്നല്ലേ? ആ അത് മേക്കപ്പ് ഇട്ട് ഞങ്ങള് വെറുതെ മനസ്സിലാവാൻ. എന്നതാണേലും കെട്ടുമുടങ്ങരുതെന്ന് അവളുടെ അമ്മ പറഞ്ഞേക്കുന്നേ. നീ വേഗം വണ്ടി എടുത്ത് സമയം കളയാതെ നമുക്ക് പള്ളിയിലേക്ക് പോവാം. അയ്യോ, എന്നടാ മോനെ? ഒന്നുമില്ല, ഞാനേ കാറ്ററിംഗുകാർക്ക് ഉപ്പ് മേടിച്ചോക്കാൻ മറന്നു. അപ്പൊ നിങ്ങൾ വെള്ളിട്ട് നോക്കോ, ഞാൻ വന്നേക്കാം. ഓ, ഉപ്പ് മേടിച്ചോണ്ട് പള്ളിയിലേക്ക് വന്നേക്കണേ. വേണമെങ്കിൽ കുറച്ച് പഞ്ചാരയും കൂടെ മേടിച്ചോ. ഓ, വാങ്ങിക്കാം. കെട്ട് മുടങ്ങിയില്ല അല്ലേ? ഇല്ല. വലിയുണ്ടോ? ഏയ്, ഇതിവിടെ ഇരുന്നപ്പോൾ എടുത്ത് കൈ പിടിച്ചതാ. ഓ, അത് ബ്രദറിൻ്റെ പാർട്ടിയോട് വെച്ചായിരുന്നു, അതിൻ്റെയാ. അതിനിടയ്ക്കൊരു കത്തൊക്കെ എഴുതിയില്ലേ? കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ടങ്ങ് മുങ്ങാനായിരുന്നു പ്ലാൻ.
എൻ്റെ എൻട്രി തക്ക സമയത്തായിരുന്നു അല്ലേ? പിന്നെ പെർഫെക്റ്റ് ആയിരുന്നു.